കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കാർ കത്തി 7 മാസം ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ, അതായത് സോന, ഈ കാർ കത്തി മരിച്ച 7 മാസം ഗർഭിണിയായ സോന ഈ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കാറിനുള്ളിൽ തീ പിടിക്കാനുള്ള കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല, അവിടെ കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സോനയുടെ ശരീരത്തിലും പെട്രോളിന്റെ അംശമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണത്തെ ഒരു പുതിയ വഴിയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഈ മരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7 മണി വരെ സോന ഒരു അടുത്ത ബന്ധുവിന്റെ വീട്ടിലായിരുന്നു. പിന്നീട് വൈകിട്ട് ടൗണിലേക്ക് പോകുന്നു. കൂടെ ഉണ്ടായിരുന്ന ബന്ധു കടയിലേക്ക് വസ്ത്രം വാങ്ങാൻ പോയ സമയത്ത് സോനയെ കുറച്ചു നേരം കാണാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് CCTV ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. അതായത് നടുവണ്ണൂർ റോഡിലൂടെ സ്ത്രീ കന്നാസുമായി, അതായത് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ഇത് നിർണായക വഴിത്തിരിവാണ്. പെട്രോളിന്റെ സാന്നിധ്യം ആണ്, ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സോനയാണ് പെട്രോൾ വാങ്ങിയത് എന്നുള്ളൊരു സ്ഥിരീകരണമാണോ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്? സോന തന്നെയാണ് പെട്രോൾ വാങ്ങിയതെന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് പോലീസും കടക്കുന്നത്. ആദ്യം തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ അപകടമുണ്ടായ വെള്ളിയാഴ്ച രാത്രിയിൽ ഒരു 7 മണിയോടുകൂടെ, ആ ദിവസം സോന ഉണ്ടായിരുന്നത് നടുവണ്ണൂരിലുള്ള അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. അവിടെ സഹോദരിയുടെ മകൾ കൂടി ഉണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് ടൗണിലേക്ക് ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയി. ആ സഹോദരിയുടെ മകൾക്കൊപ്പം തന്നെയായിരുന്നു സോന ഉണ്ടായിരുന്നത്. ചില സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ അല്പനേരം സോനയെ അവിടെ ഒന്നും കാണാതായി. അവിടെയാണ് നടുവണ്ണൂരിലുള്ള ഈ ഒരു പമ്പിൽ കയറി സോന കന്നാസിൽ ഇത്തരത്തിൽ പെട്രോൾ വാങ്ങുന്നതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് സോന സഹോദരിക്കൊപ്പം തിരിച്ചെത്തുന്നത്. പിന്നീട് അവിടേക്ക് രജിൻലാൽ വരികയും സോനയെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയുമായിരുന്നു. ആശുപത്രിയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് ഈ കക്കറമുക്ക് റോഡിൽ വെച്ച് കാറിന് തീ പിടിക്കുന്നത്. ഈ പുറകുവശത്തു നിന്നാണ് തീ പിടിച്ചത് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരുന്നു. അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടില്ല, എഞ്ചിൻ ഭാഗത്ത് തീ പിടിച്ചിട്ടില്ല, ഒപ്പം തന്നെ പെട്രോൾ ടാങ്കിനും തീ പടർന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. സോന ഉണ്ടായിരുന്നത് കാറിൻ്റെ പുറകു സീറ്റിലായിരുന്നു. ആ സമയത്ത് രജിൻലാലിനോട് വഴക്കിട്ടാണ് സോന പുറകിലെ സീറ്റിലിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും സോന കന്നാസിൽ പെട്രോൾ സൂക്ഷിച്ച് ഒരു ബാഗിലാണ് ഇടുന്നത്. ആ ബാഗും ഒപ്പം തന്നെ ഈ പുറകിലെ സീറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പരിശോധനയിൽ ഈ പുറകിലെ സീറ്റിൽ നിന്ന് ഈ കന്നാസിൻ്റെ ഒരു അടപ്പും കൂടി പോലീസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പെട്രോളിൻ്റെ സാന്നിധ്യം ഈ പുറകിലെ സീറ്റിൽ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും അവിടെ നിന്നായിരിക്കാം തീ പടർന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് കടക്കുന്നു. ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി രജിൻലാലിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു മൊഴിയിലേക്ക് പോലീസ് കടക്കുന്നത്. അതായത് രജിൻലാൽ ഇന്നലെ പറഞ്ഞത് അവിടെ ഇവർ സഞ്ചരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് കാറിനുള്ളിലേക്ക് പെട്രോളിൻ്റെ മണം എത്തിയത് എവിടെ നിന്നാണെന്ന് സോനയോട് ചോദിക്കുന്നതിനിടയിൽ തീ പടർന്നു എന്നുള്ളതാണ് രജിൻലാൽ പറഞ്ഞത്. അപ്പോൾ സോനയിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതായത്